കാൻഡിഡേറ്റിന്റെ ആദ്യ എപ്പിസോഡ് ഏറ്റവും സ്പെഷ്യലായ ഒരാളിൽ നിന്ന് തുടങ്ങുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ UDF സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂർ നമുക്കൊപ്പം ചേരുന്നു ഈ ഡിന്നറിൽ. വളരെയധികം തിരക്കുള്ള ഒരു സ്ഥാനാർത്ഥിയോട് ഡിന്നർ സമയം സ്പെയർ ചെയ്യണം എന്ന് പറയുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടും കൂടി ഞാൻ വൈകി എത്തി, എന്താ ചെയ്യുക? നിങ്ങളുടെ ഒപ്പം 9 മണിക്ക് എത്താനായിരുന്നു നിങ്ങൾ ക്ഷണിച്ചത്, 9:30 എത്തി. ക്ഷമിക്കണം, അതാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ജീവിതം. അങ്ങനെയാണ്, എവിടെ പോയാലും പ്രതീക്ഷ കഴിഞ്ഞ കൂടുതൽ ആവശ്യങ്ങളുണ്ടാവും. അതാണ് സംഭവിച്ചത്. ഇനിയിപ്പം ഒരു 3 വീക്സ് ആണ് ഉള്ളത്. കഷ്ടി. അതെ, എക്സാക്ട്ലി. എവിടം വരെ എത്തി ക്യാമ്പയിൻ? എവിടം വരെ എത്തി? അല്ല, ഞങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ആത്മവിശ്വാസം കൂടുന്നു. എവിടെ പോയാലും നമ്മൾക്ക് ജനങ്ങളുടെ സ്നേഹം കാണാൻ സാധിക്കും, ജനങ്ങളുടെ ആവേശം കാണുന്നു. ജനങ്ങൾ മുമ്പ് നൽകിയ വിശ്വാസം വീണ്ടും നൽകുന്നൊരു സംശയമില്ല. ഞങ്ങൾ വേറെ കാര്യം പ്രതീക്ഷിച്ച് ഇന്ന് 3 സ്ഥാനാർത്ഥികളൊപ്പം നിങ്ങൾ ഡിന്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എന്ത് പറ്റി? ഒരുപക്ഷെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുമിച്ചിരിക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയുണ്ടോ തിരുവനന്തപുരം ലോക്സഭ? ഇത് 1-2 തവണ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ മനസ്സിലായി അവർക്ക് ചില വിഷയങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞ ഉത്തരം പറയാൻ ആളില്ലല്ലോ. അതായിരിക്കും അവരുടെ ആഗ്രഹം. ശരിക്കും നേരെ തിരിച്ചാണ് വരുന്നത്. കാരണം MP കൂടിയായ ഒരാൾ വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ശരിക്കും അത് യൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ കൂടുതൽ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യമാണോ? അല്ല, പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നുന്നു. കാരണം അവർക്ക് എന്നോട് എൻ്റെ ഒപ്പം ഇരുന്നൊരു വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ അവരുടെ ഓരോരു വാഗ്ദാനങ്ങളെക്കുറിച്ച് ഞാൻ നേരിട്ട് ചൂണ്ടിക്കാണിക്കാൻ അവർക്കത് സഹിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്? 1-2 കാര്യങ്ങൾ ഞാൻ മര്യാദയോടെ പറഞ്ഞു. 1-2 വേദിയിൽ ഏതെങ്കിലും ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തർക്കത്തിലോ ഡിബേറ്റിലോ ആയിരുന്നില്ല, ഇൻഡിവിജ്വൽ പ്രസംഗത്തിൽ. അപ്പോൾ ഒരാളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ MP വിചാരിച്ചത് സംഭവിക്കില്ല, സംസ്ഥാന സർക്കാരിന് അനുവാദം വേണം. ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ എയിംസ് കൊണ്ടുവരും. ശശി തരൂരിന് ചെയ്യാൻ സാധിച്ചില്ല. ശശി തരൂരാണ് ഉമ്മൻചാണ്ടിയെ പിടിച്ചിട്ട് ഈ എയിംസ് തിരുവനന്തപുരത്തിന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ പറഞ്ഞു ലിസ്റ്റ് വേണ്ട, ഒരു സ്ഥലം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഈ പിണറായി വിജയൻ്റെ സർക്കാർ മറ്റേ സ്ഥലങ്ങളെയും തിരുവനന്തപുരത്ത് ഒഴിവാക്കി കോഴിക്കോടിൻ്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അഥവാ ഒരു എയിംസ് കേരളത്തിൽ വന്നാൽ, ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ വന്നാലും കൂടി അത് തിരുവനന്തപുരത്ത് ആവില്ല. അപ്പോൾ ഇദ്ദേഹം ജയിച്ചു പോയി കഴിഞ്ഞാൽ എന്താ അദ്ദേഹം ചെയ്യാൻ സാധിക്കുക? സംസ്ഥാന സർക്കാർ അവരുടെ പാർട്ടി ജീവിതത്തിൽ സ്വപ്നത്തിൽ എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ സംസ്ഥാന സർക്കാരിലും ഒരു മാറ്റം കൊണ്ടുവരണം. പക്ഷെ അതിൻ്റെ അവസരം ഇനി 2 വർഷം കാത്തിരിക്കണം. ഇപ്പോൾ ഈ മത്സരം ലോക്സഭയ്ക്കാണ്. ആരാണ് ഭാരതത്തെ ഭരിക്കാൻ പോകണം തീരുമാനിക്കുന്ന ഒരു മത്സരമാണ്. അപ്പം നമ്മൾ അടിസ്ഥാനമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇലക്ഷൻ ജയിക്കാൻ വിചാരിക്കരുത്. കേന്ദ്രത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മളുടെ കടമ. അതിന് എനിക്ക് പരാതിയുണ്ട്. 10 വർഷക്കാലം BJP ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിന്. പ്രത്യേകിച്ച് ഈ ചടങ്ങ് ഞാൻ പറയുന്നത് തീരദേശത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. തീരദേശത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഒരു സാധനവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്ന് ഉറപ്പമാണ്. പക്ഷേ ഞാനതിനിടയിൽ ഒന്ന് ഇടപെട്ട് ചോദിക്കുക, ആ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നിടത്ത് ഈ വിഴിഞ്ഞം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ അവകാശം ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അല്ലല്ലോ, വിഴിഞ്ഞം തുറമുഖം ഒന്നാം കാര്യം ഞാനാ കൊണ്ടുവന്ന അവരല്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണസമയത്ത് ഞാനൊരു എയർലൈൻ ക്യൂവിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ടെൻഡർ ഇറക്കി, ആരും ബിഡ് ചെയ്തില്ല. രണ്ടാമത്തെ ടെൻഡർ ഇറക്കി അതിനെ നീട്ടി വെച്ചിട്ട് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ രക്ഷിക്കണം, ഇത് ജനങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. 1992 MP രാഘവൻ മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇതുവരെ നടന്നിട്ടില്ല, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു എയർലൈൻ ക്യൂവിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നു ശ്രീ ഗൗതം അഡാനി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഹലോ പറഞ്ഞു. അദ്ദേഹം എന്നെ ടെലിവിഷനിൽ മറ്റേ കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കമ്പനി ബിഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ബിഡ് ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പ്ലെയിനിൽ കയറിയിട്ട് ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഉടനെ എൻ്റെ കമ്പനിയെ വിളിച്ചിട്ട് അവരോട് ടെൻഡർ ഡോക്യുമെൻ്റ് എടുക്കാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ബിഡ് ചെയ്യുന്നത്, ഇത് ആരംഭിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാ ഈ കോൺസെപ്റ്റിനെ പൂർത്തിയാക്കൽ, കേന്ദ്രത്തിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊണ്ടുവരുന്നത്, എല്ലാറ്റിലും ഞാൻ മുൻകൈ എടുത്തതായിരുന്നു. ഇതിൽ BJPയുടെ ഒരു കാരണം ഉണ്ടായിരുന്നില്ല. അവസാനത്തിൽ അവർ ഭരണത്തിൽ വന്നപ്പോൾ അഫ്കോഴ്സ് ചില തീരുമാനങ്ങൾ വയബിലിറ്റി ഗ്യാപ്പിനെ കുറിച്ച് മാത്രമായിട്ട് അവർക്ക് എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഇതൊരു സംസ്ഥാന തുറമുഖമാണ്, ഒരു കേന്ദ്ര തുറമുഖമല്ല.
എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര തുറമുഖമാവണം. കാരണം ഇത് ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യത്തിലൊരു തുറമുഖമാണ്. പക്ഷേ ഇവരിതിനെ സംസ്ഥാനത്ത് കഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാർ, നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഇതൊരു ലാൻഡ് ലോഡ് ടെനൻറ്റ് മോഡലാണ് പറയുക. അതിൻ്റെ അർത്ഥം കേരള സർക്കാരാണ് ലാൻഡ് ലോഡ്. അഡാനി പോർട്സ് ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഈ ഭൂമി 40 വർഷത്തിന്. ഈ 40 വർഷക്കാലം അവർക്ക് ഇതിനെ നടത്തണം. പ്രോഫിറ്റ്സിൻ്റെ വലിയൊരു ഭാഗം അവർക്ക് വെക്കാൻ സാധിക്കും. 40 വർഷം കഴിഞ്ഞ് വീണ്ടും ഇത് കേരള സർക്കാരിൻ്റെ തുറമുഖമാകും. പക്ഷേ രണ്ടിലും കേന്ദ്രമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം BJP അവിടെ നടത്തുന്ന ക്യാമ്പയിൻ ഇപ്പം പറയുമ്പോൾ ശശി തരൂരിൻ്റെ ഒരു ബെൽറ്റ് എന്ന് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് കോസ്റ്റൽ ബെൽറ്റ്, അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പല പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് തന്നെ ഫോക്കസ് ചെയ്യാണ് BJP കാൻഡിഡേറ്റ്. ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് കേന്ദ്രമാണ്, BJP ആണ് എന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരു മറിച്ച് ഒരു ജനങ്ങളോട് വീണ്ടും അഭിസംബോധന ചെയ്യുക, വീണ്ടും ജനങ്ങളെ കൺവിൻസ് ചെയ്യുക, അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കടമയില്ല, നമ്മൾ ചെയ്യും. ഞാൻ അവിടെ എത്ര തവണ പോയിട്ടുണ്ട്. സൈക്ലോൺ ഓഖി വന്നപ്പോൾ ഞാനാണ് ഉമ്മൻചാണ്ടിയോടൊപ്പം പോയി ആ പൂന്തുറ പാരിഷ് ഹാളിൽ ഇരുന്നിട്ട് എൻ്റെ ഫോണിൽ നിന്നാണ് മന്ത്രിമാരെയും നേവിയും കോസ്റ്റ് ഗാർഡിനെയൊക്കെ വിളിച്ചിട്ട് നമ്മളെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ആ കാലം മുതൽക്ക് ഡൽഹി പോയിട്ട് അവർ തന്ന നഷ്ടപരിഹാരം പോരാന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയും കൂടി കണ്ടിട്ട് കൂടുതലാക്കി സൈക്ലോൺ ഓഖിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ബന്ധമുണ്ട് തീരദേശത്തിൽ. അതിൻ്റെ ഒപ്പം ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ വിഴിഞ്ഞം തുറമുഖം വന്ന ശേഷം പലവർക്കും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അവർ ഭൂമി പോയിട്ടുണ്ട്, അവർ വീട് പോയിട്ടുണ്ട്, അവർ വരുമാനം പോയിട്ടുണ്ട് പറയുന്നവർ. ഞാൻ ആ സമയത്ത് തന്നെ 2016 കഥയാണ്, 15-16 ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് ഒരു വലിയൊരു നഷ്ടപരിഹാരം പാക്കേജ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് പാസ് ചെയ്യിപ്പിച്ച് 475 കോടിയുടെ ഒരു നഷ്ടപരിഹാരം പാക്കേജ്. അതിലത്തെ അദ്ദേഹം ഒരു 100 കോടി ചിലവാക്കാൻ സഹായിച്ചു ആൾക്കാരെ സഹായിക്കാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇലക്ഷൻ തോറ്റു, നമ്മുടെ പാർട്ടി ഇലക്ഷൻ തോറ്റു. പിണറായി വിജയൻ്റെ പാർട്ടി ഭരണത്ത് വന്നു. അവർ ഈ വിഷയത്തിനെ ഉപേക്ഷിച്ചു. അവർ ഒരു കാര്യം ചെയ്തില്ല. ഈ മാറ്റിവെച്ച പൈസയും കൂടി വേറെ കാര്യത്തിൽ ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകിയില്ല. അതുകൊണ്ടാണ് ഇവർ ഈ സമരവും അത് സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണ്. മനസ്സിലായി. ഇപ്പം ലത്തീൻ സഭയുടെ നിലപാട് അതിനകത്ത് ഭയങ്കര ഇപ്പം ശശി തരൂർ MP എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഒരാളാണ്. അതേസമയം ഒരു തുറമുഖ വിരുദ്ധ നിലപാടാണ് സഭയുടേത്. അപ്പോൾ സഭയ്ക്ക് പിന്തുണയിൽ ഒരു പ്രശ്നം വിഷയത്തിൽ ഏത് പാർട്ടിയും അവരൊപ്പം നിൽക്കുന്നില്ലല്ലോ. ഞാനാണ് അവരൊപ്പം നിൽക്കുന്നത്. ബാക്കിയെല്ലാം അവർ 7 ഡിമാൻഡ് ഉണ്ടായിരുന്നു അവർ സമരം ചെയ്തപ്പോൾ. 6 എണ്ണം പ്രത്യേകിച്ച് നഷ്ടപരിഹാരം വിഷയത്തും ഇവർ റീഹാബിലിറ്റേഷൻ ചെയ്യാനും ഈ ഗോഡൗണിൽ പോലെ ഒരു സ്ഥിതിയിൽ ആൾക്കാരെ വീട് നഷ്ടപ്പെട്ട ആൾക്കാരെ വെച്ചാൽ അവർക്ക് ഡീസൻറ്റ് ഹൗസിങ് കൊടുക്കാൻ, റീഹാബിലിറ്റേഷൻ ചെയ്യാൻ, ഇതിനെല്ലാറ്റിനും വേണ്ടി ഞാൻ അവരൊപ്പം നിന്നു. ഞാൻ ഈ 7ാമത്തെ പോയിന്റിൽ മാത്രം എനിക്ക് യോജിപ്പില്ല. അത് വിഴിഞ്ഞം തുറമുഖ നിങ്ങൾ നിർത്തണം, അതിനെ അടയ്ക്കണം, ആ നിർമ്മാണം തന്നെ വേണ്ടെന്ന് പറയണത് അത് ചെയ്യാൻ സാധിക്കില്ല. ഒന്നാം കാര്യം, ഇത് ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യത്തിലൊരു തുറമുഖമാണ്. രണ്ടാമത്തത്, നമ്മൾ കോടിക്കണക്കിൻ്റെ പൈസ ചിലവാക്കി കഴിഞ്ഞു. ടാക്സ് പെയർ നഷ്ടപ്പെട്ട കാശാണ്. അതിന് ഏത് സർക്കാരും നിർത്തില്ല. അപ്പോൾ ഈ 3 പാർട്ടികളും മത്സരിക്കുന്ന ആരും ആ വിഷയത്തിൽ യോജിപ്പില്ല. അവരെന്നെ അത് പറയാൻ നിർത്തിപ്പോയി. എനിക്ക് തോന്നുന്നു അവരുടെ ആ വേദനയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. ഈ ഇലക്ഷൻ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചെയ്യേണ്ടത്? ഇതുവരെ അവരിപ്പം ആത്മാർത്ഥത കാണിച്ച് അവരിപ്പം നിന്നൊരു വ്യക്തി ഞാൻ, അതോ BJP പാർട്ടി എല്ലാവർക്കും അറിയാം ആരുടെ ഒപ്പമാണെന്ന് ഓരോരോ കാര്യത്തിൽ. തുറമുഖത്തിൽ അവർ ഉറപ്പമായിട്ട് ഈ തുറമുഖം നടത്തുന്നവരൊപ്പം മാത്രമേ ആവുള്ളൂ. ഇടതുപക്ഷിയുടെ ബുദ്ധിമുട്ട് എന്താണ്? അവരാണ് ഈ സമരത്തിനെ ക്രാക്ക് ചെയ്തതും അതിരൂപതയുടെയും ബിഷപ്പിൻ്റെയും എല്ലാ പ്രതിനിധികളെയും പ്രതിയാക്കിയത് ക്രിമിനൽ കേസിൽ. ഞാൻ ആ പ്രതിയാക്കിയ ദിനം തന്നെ ഞാൻ ഡൽഹിയിൽ പാർലമെൻറ്റിലായിരുന്നു. പക്ഷേ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കി അവരെ ഉടൻ ഇത് പിൻവലിക്കണം, അവരെ പ്രതിയാക്കരുതെന്ന് പറഞ്ഞു ഞാൻ. പക്ഷേ ഇതിപ്പോൾ കൂടി അവർ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം നാളെ ബിഷപ്പിന് വാറ്റിക്കനിൽ പോപ്പ് ക്ഷണിച്ചാൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനൊരു പാർട്ടിക്ക് അവർ വോട്ട് കൊടുക്കുമോ? മൊത്തത്തിൽ എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഭൂരിപക്ഷം ആൾക്കാർ അവരൊപ്പം ഇതുവരെ എല്ലാ വിഷയത്തിലും നിന്ന ഒരു MP ഉണ്ടായിട്ട് എന്നെ അവർ മാറ്റി നിർത്തില്ല. എനിക്കെന്നെ അവർ പിന്തുണ തരും. പക്ഷേ ഞാൻ അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി വാദിക്കും, അത് ഉറപ്പാണ്. അത് ഒരു പക്ഷേ നമുക്ക് പറയാം അത് കേന്ദ്രത്തിൻ്റെ വിഷയമല്ല. എന്നാലും ഒരു MP ആയിട്ട് ഞാൻ സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്.
രണ്ടാമത്തത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഭരണം ഡൽഹിയിൽ ഭരണം മാറ്റാനാണ്. പക്ഷേ 2 വർഷത്തിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരിനെ മാറ്റാനൊരു അവസരം കിട്ടുന്നുണ്ട്. ആ സർക്കാർ മാറ്റത്തിൻ്റെ ഉള്ള ഇറക്കത്തിൽ ഞാനുണ്ടല്ലോ. ഞാൻ ജനങ്ങളുടെ ഒപ്പം പാർട്ടിയുടെ ഒപ്പം എപ്പോഴും നിൽക്കും ഈ സർക്കാരിനെ മാറ്റിത്തരാൻ. അപ്പോൾ അങ്ങനെ ആയാൽ ഞങ്ങളുടെ ഭരണം 2 സ്ഥലത്തും വന്നാൽ മത്സ്യത്തൊഴിലാളികൾ എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി ആയിട്ട് അവരെ ശരിയാക്കി കൊടുക്കും അവരെ ആവശ്യം. ഞാനൊരല്പം തമാശയായിട്ട് ചോദിക്കട്ടെ, വീണ്ടും 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 ശശി തരൂരിനെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ തിരുവനന്തപുരക്കാർക്ക് മടുക്കില്ലേ? ഒരു പക്ഷേ മടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവരെ ഞാൻ തന്നെ ഇപ്പം തന്നെ അവരുടെ എല്ലാം വെച്ച് കൂടുതൽ സമയം സേവനം ചെയ്ത MP. കാരണം ഒരൊറ്റ വ്യക്തി 3 തവണ ജയിച്ചിട്ടുള്ളൂ എൻ്റെ മുമ്പ്. അത് ശ്രീ A. ചാൾസ് ആണ്. ഇന്ന് രാവിലെ എൻ്റെ നോമിനേഷൻ ഫോം സൈൻ ചെയ്യാൻ പോണ മുമ്പ് ഞാൻ അദ്ദേഹം അവസാനത്തെ കിടക്കുന്ന സ്ഥലത്തിൽ പോയി, സെമിട്രിയിൽ പോയി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അവിടുത്തെ ആ പള്ളിയുടെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർക്കണ്ട, ഞാൻ ആദ്യം 2009 വന്നപ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹത്തോടെ ഞാൻ ഇറങ്ങിയത്. 2014 അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടായിരുന്നു. ആ വർഷം അവസാനിക്കുന്ന മുമ്പ് അദ്ദേഹം അന്തരിച്ചു പോയി. അപ്പോൾ ഈ കഴിഞ്ഞ തവണ എനിക്ക് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നല്ലോണം തോന്നി. അപ്പോൾ ഈ തവണ ഇങ്ങനെയാണ് ആരംഭിച്ചത്. പക്ഷെ അത് പറയുന്ന കാര്യം, അദ്ദേഹം ഒരു ടേം 1.5 വർഷത്തെ ടേമായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 89 90 ഇടയിൽ ആകെ 1.5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ 84 89 90 അന്ന് ഈ 3 ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ മൊത്തത്തിൽ 11.5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 3 തവണ ജയിച്ചു, പക്ഷേ എനിക്ക് 15 വർഷം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ റെക്കോർഡ് എൻ്റെ തന്നെയാണ്. ഒരു 4ാം തവണ ജയിച്ചാൽ അത് തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആരും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ സേവനം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ആദ്യത്തെ മത്സരത്തിലേ പറഞ്ഞു, എനിക്ക് തോന്നിയാൽ ഒരു ദിവസം എനിക്ക് ഈ പ്രവർത്തനം ശരിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ എൻ്റെ എഫക്റ്റീവ്നെസ് അതുപോലെ ഇല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ തന്നെ മാറി. അതുകൊണ്ട് എനിക്ക് ആ തോന്നൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനിയും ഒരിക്കലും കൂടി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ചോദിക്കും, എന്തുകൊണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കും? ഈ മിഡിൽ ക്ലാസ് കൂടുതലാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റേതായി മാറുന്നു. അവിടുത്തെ ഇപ്പോൾ ഈ 3 വർഷം 3 ടേമായിട്ട് അതിൽ പുലർത്തിക്കൊണ്ട് പോകുന്നു. അതേ സ്ഥലത്ത് BJP ഒരു കാൻഡിഡേറ്റിനെ ഇറക്കുകയാണ്. ഇതേപോലെ മിഡിൽ ക്ലാസ്സിനെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന, അപ്പോഴും കേന്ദ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതാണ് എന്നാണ് BJP കാൻഡിഡേറ്റ് പറയുന്നത്. അത് ശശി തരൂർ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാവുന്നുണ്ടോ? തിരിച്ചടിയൊന്നുമില്ല. ഒന്നും കാര്യം, എനിക്ക് ഈ ലോകത്തിൽ വേറെ എവിടെയും ഒരു വീടില്ല. ഇത് എൻ്റെ കർമ്മഭൂമി മാത്രമല്ല, എൻ്റെ നാടായി, എൻ്റെ വീടായി. തിരുവനന്തപുരത്തിലാണ് ഞാൻ എൻ്റെ അവസാനത്തെ വർഷങ്ങൾ ചിലവാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലത്തിനെക്കുറിച്ചുള്ള ആ സ്നേഹബന്ധം, ഈ 15 വർഷം സ്ഥാപിച്ച ബന്ധം, അത് വെറും ഒരു സാധാരണ വെളിയിൽ നിന്ന് വന്ന പോലെ, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ഞാൻ 2009 വന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ശശി തരൂർ അന്നത്തെ ശശി തരൂർ അല്ല. ഞാനിപ്പോൾ ഒരു തിരുവനന്തപുരം നിവാസിയായി മാറി വന്നിട്ടുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം, ഇദ്ദേഹത്തിൻ്റെ സന്ദേശം എന്താണ്? ഞാൻ ജയിച്ചാൽ ഞാൻ മന്ത്രിയാകും, തരൂർ ജയിച്ചാൽ പ്രതിപക്ഷത്ത് പോയി ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത്? മന്ത്രി കിട്ടിയാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അതുകൊണ്ട് പലവരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു എണ്ണം അത് കണ്ടിട്ട് ഒരു പക്ഷേ അവർക്ക് വോട്ട് കൊടുക്കാൻ തോന്നുമായിരിക്കും. ആർക്കും 100% ഇല്ലല്ലോ. നരേന്ദ്രമോദിക്ക് കൂടി എവിടെയും 100% വോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ചിലർ എതിർക്കും, ഓരോരോ കാരണത്തിൽ. ഇതൊരു കാരണമായി മാറി വരാം. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ അർത്ഥം എന്താണ്? BJPയുടെ ഭരണം വരാൻ പോവുകയാണ് ഡൽഹിയിൽ. എനിക്ക് നല്ല ഉറപ്പമുണ്ട് അവർ വരില്ല. അവർ ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞതാണ്. അതിൻ്റെ നിരവധി തെളിവുണ്ട്. ഒന്നാം കാര്യം വെറും ലോജിക്കാണ്. 2019 അവർ 9 സംസ്ഥാനത്തിൽ എല്ലാം കിട്ടണത് കിട്ടിക്കഴിഞ്ഞു. 6 സംസ്ഥാനത്തിൽ എല്ലാ സീറ്റും ജയിച്ചു. 3 സംസ്ഥാനത്ത് ഒറ്റ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുത്തു, ബാക്കിയെല്ലാം എടുത്തു. പിന്നെ ചില സംസ്ഥാനത്ത് 2 സീറ്റ്, ചിലതിൽ അവർക്ക് റെക്കോർഡ് റിസൾട്ട് ബംഗാളിലും മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ തവണ അത് വരാൻ പോകുന്നില്ല. അതിന് തെളിവ് എല്ലാ പോൾ സർവേയും നോക്കിക്കോളൂ. കർണാടകയിൽ കോൺഗ്രസ് 1 സീറ്റ് കിട്ടി കഴിഞ്ഞ തവണ. മിനിങ്ങാനത്തെ പോളിൽ കോൺഗ്രസ്സിന് 17 സീറ്റാണ്. തെലങ്കാനയിൽ 2 സീറ്റ് കിട്ടി കഴിഞ്ഞ തവണ. കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ 12 സീറ്റാണ്. ഹരിയാനയിൽ 0 ഞങ്ങളുടെ. കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ 5 സീറ്റാണ്. ഇങ്ങനെ ഓരോരോ സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, താഴെ. അവർക്ക് കൂടാൻ മാർഗ്ഗമില്ല. അവർക്ക് എന്തായാലും എല്ലാ സീറ്റും ജയിച്ച ശേഷം എങ്ങനെ അവർ കൂടും? താഴെ പോകുന്നുള്ളൂ. പക്ഷെ എല്ലാവരുടെയും താഴെ പോകുന്നുണ്ട്. ആ സ്ഥിതിയിൽ
ഒരു കാര്യം കൂടി മറക്കരുത്, അവർക്ക് ശരിക്കും 303 ഉള്ളൂ. അയാൾ 400 കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മറക്കേണ്ടത് എല്ലാം പ്രോപ്പഗാൻഡയാണ്. 303 ഉണ്ട്. 32 സീറ്റ് നഷ്ടപ്പെട്ടാൽ അവർ ഭൂരിപക്ഷമേ പോയി. അവർക്കും ഈ കണക്ക് ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് അവർ ഭയത്തിലിരിക്കുന്നത്. ഈ ഭയത്തിൻ്റെ തെളിവാണ് അവർ പോയിട്ട് പണ്ട് ഉപേക്ഷിച്ച ഘടകകക്ഷികളുടെ പുറകെ ഓടി കെഞ്ചി അവരെ തിരിച്ചു വരാൻ പറയുന്നു. ചന്ദ്രബാബു നായിഡു അവർക്ക് നോ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്യാൻ ശ്രമിച്ച് ഇയാളുടെ എതിരെ നരേന്ദ്രമോദിനെതിരെ ചീത്ത വാക്ക് പറഞ്ഞ ഈ ചന്ദ്രബാബു നായിഡുവിനെ കെഞ്ചിയിട്ട് എല്ലാം ശ്രമിച്ച് തിരിച്ചു വരുന്ന ഘടകകക്ഷിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ കാണുന്നത്? കർഷക സമരത്തിൽ അവരെ ഉപേക്ഷിച്ച അകാലിദളിൻ്റെ അപ്പോൾ 10 ദിവസം അതിന് പുറകെ ഓടി. അവസാനത്തിൽ അകാലിദൾ എന്നാണ് പറയാൻ, ഞങ്ങൾക്ക് നിങ്ങൾ മത്സരിക്കാൻ ആഗ്രഹമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം. 2009 BJP ഉപേക്ഷിച്ച് പോയ ബിജു ജനതാ ദളിന് നവീൻ പട്നായിക് ഒരു നാണക്കേടായിരുന്നു. എല്ലാ ദിവസവും ഓരോ പുതിയ ഓഫർ അവർക്ക് കൊടുക്കുന്നത് എല്ലാ ദിവസവും പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 10 ദിവസം ഈ ഹെഡ്ലൈൻസ് എല്ലാം കണ്ട ശേഷം എന്താ സംഭവിച്ചത്? നവീൻ പട്നായിക് പറഞ്ഞു, നിങ്ങളെ ആവശ്യമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാം. സ്വയം ബിജെപിയിലേക്ക് പോകുന്നവരും കോൺഗ്രസിന്റെ ഒരു വലിയ പട്ടിക വേറെ സ്വയം കോൺഗ്രസ് വരുന്ന BJP എംപിമാരുണ്ടല്ലോ. ഹരിയാനയുടെ സിറ്റിംഗ് MP ബ്രിജേന്ദർ സിംഗ് ഞങ്ങൾ അടുത്ത് വന്നു. ഇവിടെ ബീഹാറിൽ നിഷാദ് എന്ന് പറഞ്ഞ MP ഞങ്ങളുടെ അടുത്ത് വന്നു. BJPയും പലരും ഇവിടുന്ന് ഈ സൗഭാഗ്യമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ചിലർ ഓരോ പാർട്ടി വിട്ടിട്ട് മറ്റേ പാർട്ടിക്ക് പോകും. തമിഴ്നാട്ടിലത്തെ DMK ഭരിക്കുന്ന തമിഴ്നാട്ടിൽ പക്ഷേ BJPൻ്റെ ദളിത് പട്ടികജാതി സെൽ SC/ST സെല്ലിൻ്റെ നേതാവായ ഒരു അധ്യക്ഷൻ, ഈ സെല്ലിൻ്റെ അധ്യക്ഷൻ BJPന്ന് രാജിവെച്ചിട്ട് ADMKക്ക് മാറി. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, BJPക്ക് ദളിത് ആൾക്കാരെ ബഹുമാനിക്കാൻ അറിയാത്തൊരു പാർട്ടിയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലില്ലേ? ആറ്റിങ്ങലിൽ മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരൻ BJPയിലേക്ക് ചേരുന്നു. കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിന് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല, അതെല്ലാവരും പറയാണ്, അതുകൊണ്ടാണ് ഞാനടക്കം പോകുന്നത് എന്ന് ഇന്നലെ ഇരുന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ചില എന്താ പറയുക അഭിപ്രായ വ്യത്യാസം. ഞാൻ തങ്കമണിക്ക് വേണ്ടി ഞാൻ തന്നെ പോയി പ്രചരണം ചെയ്ത ഒരാളാണ്, ഒരിക്കലല്ല പലതവണ. അവരിപ്പം നല്ലൊരു ബന്ധം സ്ഥാപിച്ചൊരു വ്യക്തിയായിട്ട് എനിക്ക് അവരെ ഏത് വിധത്തിലും ആക്ഷേപിക്കാൻ ഇഷ്ടമില്ലെങ്കിലും ഈ കാര്യത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കൂടുതൽ ബഹുമാനം കാണിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് നമുക്ക് ചോദിക്കാനൊരു കാര്യമാണ്. ഇതിനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 1 or 2 സ്ഥാനാർത്ഥി എല്ലാ ലോക്സഭയിലും ഉണ്ടായിട്ടുണ്ട്. അതിനെങ്കാട്ട് സ്ഥാനാർത്ഥികൾ അസംബ്ലിയിലുണ്ടായിട്ടുണ്ട്. അവർ ജയിക്കണത് അവർ സ്വന്തം ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ പത്മജ വേണുഗോപാലിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇലക്ഷനിൽ പ്രചരണം ചെയ്ത് 2 തവണ തോറ്റു. ഇനി 2 തവണ തോറ്റ ശേഷം കടമെടുത്ത് പറയുകയാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. അതാണല്ലോ ഈ ഇലക്ഷനിലെ ഒരു വലിയ ട്വിസ്റ്റായിട്ട് മാറിയ കാര്യം. നോക്കൂ, അഥവാ ജയിച്ച് പ്രവർത്തിച്ച ഒരു MPയോ MLA ഉണ്ടെങ്കിൽ കഥ വേറെയാണ്. പക്ഷേ മത്സരിച്ച് തോറ്റവർ പുതിയ അവസരങ്ങൾ തിരയുന്നെന്ന് കേട്ടാൽ ഞാൻ അതിനെ ഒരു വലിയൊരു വീഴ്ചയായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ശരി, അവർക്ക് വിഷ്ടം വെൽ, എനിക്ക് ആരും ഒരു എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ വീഴ്ചയല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഇത് ആ വ്യക്തികളുടെ ആഗ്രഹങ്ങൾ ഒരു പക്ഷേ അവർക്ക് വേറെ സ്ഥലത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അതെല്ലാം പറയേണ്ടായിരുന്നു. നമ്മൾ പറയേണ്ടത് BJPയുടെ തോൽവിയെക്കുറിച്ചാണ്. അപ്പോൾ അവർക്ക് ഈ പൂർണ്ണ വിശ്വാസമില്ലാത്ത അടയാളം ഒന്നാണ് ഈ ഘടകകക്ഷിയുടെ പുറകെ ഓടുന്നത്. രണ്ടാമത്തെ തെളിവ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിനെ നിരോധിക്കുന്നത്. ഇത് നാണക്കേടല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത്. മൂന്നാമത്തത്, അവർ പോയിട്ട് ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇലക്ഷന് നടുവുകൊണ്ട് ജയിലിൽ കൊണ്ടുവരുന്നത് ഇത് ഷെയർ ഭയമല്ലേ? താങ്ക് യു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ്, BJP ഭരണത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ മന്ത്രിയാവുമെന്ന് പറയണത് എൻ്റെ അഭിപ്രായത്തിൽ വലിയ അടിസ്ഥാനമില്ലാത്തൊരു ക്ലെയിമാണ്. അതിൻ്റെ ഒരു സ്വപ്നം കണ്ടിട്ടാണ് വോട്ട് കൊടുക്കുന്ന ചിലവർ. അത് അവർക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരാൻ പോകുന്നത് സംശയമില്ല. ഈ രാഷ്ട്രീയം ഇടയിലൊന്നൊരു ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഈ ക്യാമ്പയിൻ്റെ ഇടയിൽ എപ്പോൾ ഡിന്നറൊക്കെ കഴിക്കാൻ പറ്റും? ഭാഗ്യത്തോടെ എനിക്ക് രാത്രി വലിയ വിശപ്പില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇത്
ഓർഡർ ചെയ്തു, പക്ഷേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. നിങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ പകുതി ഞാൻ ഉടനെ തരാം. അതുകൊണ്ട് ചിലപ്പോൾ ഭക്ഷണം കിട്ടിയിട്ടെങ്കിലും വലിയൊരു പ്രശ്നമില്ല. രാത്രി എനിക്ക് രാവിലെ എൻ്റെ ഇഡ്ഡലി ഇല്ലാതെ ആരംഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ട് ഇറങ്ങും. ഞാനത് കേട്ടിട്ടുണ്ട്. ഫേവറേറ്റ് ഭക്ഷണം ഇഡ്ഡലിയാണ്. എനിക്ക് ഇഡ്ഡലി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. നന്നായിട്ട് ഇഡ്ഡലിക്കൊപ്പം ചമ്മന്തി, പാലക്കാട് ഉള്ളി ചമ്മന്തി. അത് ഉള്ളിയും മുളകും തക്കാളി അരച്ച് ഇല്ല, തക്കാളി ഇല്ല, അതിനെ അരച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു തുള്ളി പുളി ഇടാം, പക്ഷേ അതും കൂടി ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇഡ്ഡലിക്ക് കുറച്ചൊരു പുളിപ്പ് വേണം, അപ്പോൾ അതുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. എന്നിട്ട് ഉപ്പും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടെങ്കിൽ നമ്മുടെ എനിക്കറിയാം അത് ഉണ്ടാക്കാൻ വലിയൊരു അപ്പോൾ ഉണ്ടാക്കാൻ അറിയാം. തക്കാളി വേണോ ഡിന്നർ വിത്ത് ശശി ബ്രേക്ക്ഫാസ്റ്റ് ശശി നമ്മൾ കഴിക്കായിരുന്നു. അതെ, കുറച്ചുകൂടെ ഞാൻ കുറച്ചും കൂടെ ഒരു ചെറിയൊരു വിമർശനത്തിലേക്ക്, വിശ്വപൗരൻ എന്ന് വിളിക്കുമ്പോഴും ഒരു ചെറിയ പല വിഷയങ്ങളിൽ നിലപാട് പ്രകടമാക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം പലപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ 2024 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ നോൺ വെജ് ഞാൻ കഴിക്കില്ല, പക്ഷെ നിങ്ങൾ കഴിച്ചോളൂ, ഒരു വിരോധമില്ല, കുഴപ്പമില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ വളരുമ്പോഴേ ഞാൻ ഒറ്റ വെജിറ്റേറിയൻ ആയിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും സഹോദരിമാരും ഒക്കെ എല്ലാം കഴിക്കും തുടക്കം തൊട്ടേ. 4-5 വയസ്സാകുമ്പോൾ ഞാൻ പറഞ്ഞു, UN കാലത്ത് പോലും നോൺ വെജിറ്റേറിയൻ. എൻ്റെ ഒരു 4-5 വയസ്സ് മുതൽ ഞാൻ മാംസമോ ഇറച്ചിയോ മീനോ ഒരിക്കലും കഴിച്ചിട്ടില്ല. പക്ഷേ തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ഒരു മരണപ്പെട്ട ഒരു ജീവിതത്തിന് എനിക്ക് വായിലിടാൻ ആഗ്രഹമില്ല. അത് ഞാൻ ആ കമൻറ്റ് കേൾക്കാണ്ട് ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കഴിക്കാൻ പാടാകും. അപ്പം ഞാൻ ചോദിച്ചു വന്നത് അങ്ങനെ ഒരു വിമർശനങ്ങൾ പല ടോപ്പിക്സിനകത്തും നിലപാട് കാണിക്കാറില്ല എന്നുള്ളൊരു വിഷയം. ഇപ്പോൾ 2024 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രാമക്ഷേത്രം വന്ന സമയത്ത് ഹമാസിനെ തള്ളി പറയാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചില വിമർശനങ്ങൾ കേട്ടിട്ടില്ലേ പൊതുവെ? ആരുടെ ഭഗവനി വിമർശനം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒന്നാം കാര്യം, ഈ പ്രധാനമന്ത്രി വിഷയം ആരാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി ആവാൻ? നരേന്ദ്രമോദി തന്നെയാണ്. അതിൻ്റെ അർത്ഥമല്ല അദ്ദേഹം മെച്ചപ്പെടുത്ത MP ആണെന്ന്. ആരോ ഇതിനെ മനഃപൂർവ്വമായിട്ട് മാറ്റിയിട്ട് ഒരു ചോദ്യമാക്കിയിട്ട് അവരെല്ലാവരും ഇറക്കുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയം നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് അതിനെ തോൽപ്പിക്കാൻ പോണത്, അതിനെ എതിരിക്കാൻ പോണത് ശക്തമായിട്ട്. അദ്ദേഹം ഈ രാജ്യത്തിന് മുഖചരിത്രം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതൊരു പ്രേസായിട്ട് എടുക്കാൻ സാധിക്കില്ല, അത് കുറ്റമായി. ഇത് മനഃപൂർവ്വമായിട്ട് ആൾക്കാർ ട്വിസ്റ്റ് ചെയ്ത് ഇറക്കുകയാണ്. രണ്ടാമത്തത്, ഈ പരാമർശങ്ങൾ നിങ്ങൾ പറയുന്നത് രാം മന്ദിറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ 2 സൈഡിൽ നിന്നും എനിക്ക് അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വേദിയിൽ പറഞ്ഞു, പിന്നെ ഒരാളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സത്യം തന്നെയാണ്, നമ്മുടെ രാജ്യത്തിൽ ഒരു സംശയവുമില്ല, ചിലവർക്ക് രാമൻ ജനിച്ച ഒരു സ്ഥലത്തിൽ ഒരു ക്ഷേത്രം കാണാൻ വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു ഹിന്ദുവായിട്ട് ഞാൻ പറയുന്നു, മറ്റേവരുടെ ഒരു പ്രാർത്ഥനാലയം പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം കെട്ടാൻ വലിയ. പക്ഷെ അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു ആ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ, അത് വലിയ വിവാദത്തിലേക്ക് എത്തി. എന്താ ഞാൻ എൻ്റെ രാമനെ എന്തിനു BJPക്ക് വിട്ടുകൊടുക്കണം? അവർക്ക് വല്ല കോപ്പി റൈറ്റ് ഉണ്ടോ? ഇത് എല്ലാ ഹിന്ദുവിനും പ്രാർത്ഥിക്കാം. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ പിന്നെ രാമനെ ആദരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഇഷ്ടദൈവമായിട്ടില്ല, പക്ഷേ നമ്മൾ പല ദൈവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ദൈവമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പിന്നെ അവസരത്തിൽ ഞാൻ BJP ഇതിനെ എടുത്തിട്ട് ഒരു ദൈവത്തിനെ എടുത്തിട്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ട്വീറ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ ഹിന്ദിയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? ജയ ശ്രീറാം എന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് സിയാവർ രാമചന്ദ്രയ്ക്ക് ജയ. എൻ്റെ അർത്ഥം സീതയുടെ ഭർത്താവായ രാമനെ ഞാൻ ഇന്ന് ആദരിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം മനസ്സിലാക്കാൻ ചിലർ കുറച്ചൊരു 2 മിനിറ്റ് ചിന്തിച്ചാൽ മതി, ആൾക്കാർ മനസ്സിലാക്കും. ഞാനിത് BJPക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ഹിന്ദുവായിട്ട് പറയൂ, അയ്യോ എൻ്റെ ദൈവം BJPയുടെ ആണെന്ന്? ഒരിക്കലും സമ്മതിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരിട്ട് ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ രാമനെ ഞാൻ എന്തെങ്കിലും BJPക്ക് വിട്ടുകൊടുക്കണമെന്ന് ചോദിച്ചു ഞാൻ. പക്ഷേ രാമെന്ന് പറയുമ്പോൾ ആരാണ്? മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ പറഞ്ഞ ഹേ രാം എന്ന് പറഞ്ഞ രാമനോ, അതോ നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധി വെടിവെക്കുമ്പോൾ പ്രാർത്ഥിച്ച ഒരു രാമനാണോ? നാഥുറാമൻ
രാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ രാം രാജ്യമാണോ വേണ്ടത്? അതാണ് ചോദ്യം ബി ജെ പിയോട് ചോദിക്കേണ്ടത്. കോൺഗ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിൻ്റെ പല നിലപാടുകളിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ആ വിവാദങ്ങളും എല്ലാം തീർന്ന് അത് പരിപൂർണ നിശബ്ദതയിലെത്തി എന്നത് കൂടിയാണ്. അത് ഈ സമയത്ത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഉത്തരം പറയാമെന്ന് എനിക്കറിയില്ല. എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കാരണം എനിക്കിപ്പോൾ ഒരു വലിയൊരു പ്രത്യേക വിവാദമൊന്നും കാണുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ആൾക്കാർ ചില പഴയ കാലങ്ങളിൽ എടുത്തിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എൻ്റെ ബി ജെ പി എതിരാളിക്ക് കളമശ്ശേരി വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഉത്തരം പറയേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇനി എന്താ ഞാൻ ചെയ്യുക? നിങ്ങൾ നമുക്ക് ചോദിക്കണം. ഞാൻ ചോദിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ AICC അധ്യക്ഷനായിട്ട് മത്സരിച്ച അല്ല അങ്ങനെ ഒരാൾ ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് ശശി തരൂരിനോട് ഒരു വിടവുമില്ല, മനസ്സിൽ പോലും ഒരു വിടവുമില്ല. ഞാൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ? നോക്കൂ, അവരോട് ചോദിക്കുക അവരുടെ അഭിപ്രായം എന്താണ്. എൻ്റെ മനസ്സിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രമല്ല, ഞാൻ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഞാൻ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ ചില ചില നിലപാട് എടുക്കുന്നത് അത് ഒരു പാർട്ടിയുടെ ഒരു നേതാവായി എടുക്കുന്ന ഒരു സ്റ്റാൻഡായിട്ട് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. നമുക്ക് 100% എല്ലാറ്റും ഒരു പാർട്ടിയിലാണ് ഉണ്ടാവണമെന്ന് പറയാൻ ആവശ്യമില്ല. പക്ഷെ ഞാൻ അഭിമാനത്തോട് പറയുന്നു, പല കാര്യങ്ങൾക്ക് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയൂ, സാമൂഹ്യ മാധ്യമത്തിൽ പറയുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും കൂടി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു തോന്നലേ ഇല്ല പാർട്ടി എൻ്റെ ഒരു അകൽച്ചയുണ്ടോ, ഒരു ദൂരമായിരിക്കാൻ ആഗ്രഹം ഒന്നുമില്ല. ഞാൻ പാർട്ടിയുടെ അംഗമാണ്. 15 വർഷം എനിക്ക് വേറൊരു പാർട്ടിയും ഉണ്ടായിട്ടില്ല. ഇതന്നെ എൻ്റെ പാർട്ടി, ഇതിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചിരിക്കണം. ഇങ്ങനെയാണ് ഞാൻ ഈ 2 ഭരണ മാറ്റത്തിലും ഈ പാർട്ടിയുടെ ഒപ്പം തന്നെ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഡൽഹിയിൽ ഭരണം മാറ്റാനും കേരളത്തിൽ ഭരണം മാറ്റാനും. ഇപ്പോൾ STPയുടെ യു ഡി എഫിനുള്ള STPയുടെ പിന്തുണ BJP അതൊരു ഇഷ്യൂ ആക്കാനും ഒരു ക്യാമ്പയിൻ ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. BJP എന്തിനാണ് വിഷയമാക്കാത്തത്? എല്ലാറ്റിനെയും അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്നൊരു പാർട്ടിയാണ്. അവർ സാമൂഹ്യ മാധ്യമ സെല്ലിന് വേറെ വേലയില്ല. ഇതന്നെ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ കുറ്റം കണ്ടുപിടിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ അവരെക്കുറിച്ച് അതിന് വിഷയമുണ്ടാക്കിയാലും ജനങ്ങൾക്കറിയാം എന്താ റിയൽ വിഷയങ്ങൾ. ഞങ്ങൾ തൊഴിലില്ലായ്മയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ, ഈ രാജ്യത്തിൽ 10 വർഷം മുമ്പ് മോദിക്ക് വോട്ട് കൊടുത്താൽ 2 കോടി തൊഴിലുണ്ടാക്കുന്ന വിചാരിച്ച് വിശ്വസിച്ച ആൾക്കാർ 10 വർഷം കഴിഞ്ഞൊരു തൊഴിൽ ഇപ്പോഴും കൂടി അവർ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവർ വീണ്ടും വോട്ട് ചെയ്യുമോ? അതല്ലേ അവർ മനസ്സിലുണ്ടാവുക പ്രശ്നങ്ങൾ. വിലക്കയറ്റം കൂടി വരുമ്പോൾ, കാരണം മോദി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ടാക്സ് മനഃപൂർവ്വമായി കയറ്റി ലോകം മുഴുവൻ താഴുമ്പോൾ ഇന്ത്യയിൽ മാത്രം കൂടിക്കൂടി വരുന്നത് എന്താ കാരണം? BJPക്ക് അവർ സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്ത തീരുമാനമാണ്. അതൊക്കെ ജനങ്ങൾ കണ്ട് അനുഭവിച്ച ശേഷം വീണ്ടും ഇവർക്ക് വോട്ട് കൊടുക്കും. എനിക്കറിയില്ല, അത് ജനങ്ങളുടെ മനസ്സിലാണ്. ജനങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു അജണ്ട തന്നെയാണോ കച്ചത്തീവ്? കച്ചത്തീവ് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു തെറ്റാണ് സർക്കാർ ചെയ്യുന്നത്. കാരണം ഇത് ഒന്നാം കാര്യം സംഭവിച്ചിട്ട് 50 വർഷമായി. ഈ 50 വർഷം മുമ്പ് എന്തായിരുന്നു കോണ്ടെക്സ്റ്റ് ആൾക്കാർക്ക് മനസ്സിലാക്കണം. ആ സമയത്ത് പല തമിഴ് ഓറിജിൻ വ്യക്തികൾ അവർക്ക് ഒരു സ്റ്റേറ്റ്ലെസ് സ്റ്റേറ്റസ് ആയിരുന്നു. ശ്രീലങ്ക അവർക്ക് പാസ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അവർ ഭാരതത്തിലായിരുന്നില്ല, അവിടെയായിരുന്നു. അതിനെക്കുറിച്ച് നെഗോസിയേഷൻ നടക്കുന്നൊരു സമയമാണ്. ഒരേ സമയത്ത് വേറൊരു സ്ഥലമുണ്ടായിരുന്നു, ഒരു ഭൂമി, ഇന്ത്യയും ശ്രീലങ്കയുടെ ഇടയിൽ തർക്കം. ആ ഭൂമി നമ്മൾ എടുത്തിട്ട് കച്ചത്തീവിന് ശ്രീലങ്കയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷത്തോടെ നമുക്ക് സുഖമായിട്ട് ഈ എൻ്റെ ഓർമ്മയിലൊരു 6 ലക്ഷം ഇന്ത്യക്കാരെ മര്യാദയോടും അന്തസ്സോടും ഭാരതത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗം വന്നു. അതെല്ലാം മനസ്സിലാക്കാതെ വെറും ഒരു ദ്വീപം കൊടുത്തു, തമിഴൻ മത്സ്യത്തൊഴിലാളികളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രിക്ക് പെരുമാറുമ്പോൾ ശ്രീലങ്കയിലെ വിമർശനം തുടങ്ങിക്കഴിഞ്ഞു. ഇത്ര പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അയൽവാസി രാജ്യത്തിൽ നമ്മളുടെ ബന്ധങ്ങളെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു രാഷ്ട്രീയ അഡ്വാൻറ്റേജിന് വേണ്ടി ഇങ്ങനെ ചെയ്യണത് ശരിയാണോ? ഒന്നാം കാര്യം. രണ്ടാമത്തത് ചൈന അവരൊപ്പം അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊരു സമയമാണ്. ഇന്ത്യ ചിന്തിക്കാതെ ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുമോ? ഇന്നാളും കൂടി ചൈനയുടെ ഒരു കപ്പൽ വന്നിട്ട് സ്പൈ ഷിപ്പ്, സർവേലൻസ് ഷിപ്പ് കൊളംബോയിൽ വന്നിട്ട് അവർ പെർമിഷൻ കൊടുത്തതിന് വലിയൊരു വിവാദമുണ്ടായി. അപ്പോൾ കൊളംബോക്കാരെ നമ്മളോട് മുന്നാട് പറഞ്ഞു ഇനി അടുത്ത തവണ ചെയ്യില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി പെർമിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു.
ഇനി ഇത് പറഞ്ഞ ശേഷം കൊളംബോ പറയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ അപമാനിക്കാൻ സാധിച്ചാൽ ഞങ്ങളും ചൈനക്കാർക്ക് പെർമിഷൻ കൊടുക്കും പറയില്ലേ. മൂന്നാമത്തത്, ഈ കച്ചത്തീവ് ദ്വീപം ഈ മുറിയങ്കാട്ട് വലിയ സ്ഥലമല്ല, അവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ല. വെറും നമ്മളുടെ മത്സ്യത്തൊഴിലാളി പോയിട്ട് അവരുടെ വലകളെ പിന്നെ ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു സ്ഥലമാണ്. വർഷത്തിൽ ഒരു തവണ ഒരു സെയിൻറ്റ് ആൻ്റണീസ് ഫീസ്റ്റ് ഡേന് വേണ്ടി ആൾക്കാർ പോകും. അല്ലെങ്കിൽ അതിൽ ഒരു മനുഷ്യന് താമസിക്കില്ല സ്ഥിരമായിട്ട് അവിടെ. ആ സ്ഥലം ഇതിൻ്റെ പേരിൽ മോദി ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ ചൈനക്കാർ വന്നിട്ട് ഇന്ത്യൻ ആർമി പട്രോൾ ചെയ്യേണ്ടായിരുന്ന 26 പോയിൻറ്റിൽ ചൈനീസ് ആർമി വന്നിട്ട് സ്ഥലമെടുത്തിട്ട് അവരുടെ സ്ഥാപനം, അവരുടെ ടെൻസ് മാത്രമല്ല കെട്ടിടങ്ങളും പിന്നെ റോക്കറ്റ് ബേസും ഒക്കെ വെച്ച ശേഷം ഇദ്ദേഹത്തിന് ഒരു നാണക്കേടില്ലേ ഇങ്ങനെ കച്ചത്തീവിനെ കുറിച്ച് സംസാരിക്കാൻ? ആ ചൈനയോട് അവർ സൗത്ത് ഇന്ത്യ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട് കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഐസൊലേറ്റഡ് ആയിട്ട് ആരും താമസിക്കാത്തൊരു സ്ഥലമാണ് എന്നൊന്നും ഈ സൈബർ സ്പേസിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർ പറയുന്നു രാജ്യം വിട്ടുകൊടുത്തു, ഭൂമി വിട്ടുകൊടുത്തു, കോൺഗ്രസ് വെറുതെ കൊടുത്തു. അതൊരു വേറെ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. രാജ്യം വിട്ടുകൊടുക്കുകയായിരുന്നു, ഒരു കഷ്ണം മുറിച്ചു കൊടുത്തു, ഭാരതമാതയുടെ ഒരു പാർട്ട് മുറിച്ചു കൊടുത്തു. അങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് ചെയ്തത്. നരേന്ദ്രമോദി ഇതിനെക്കാട്ട് കൂടുതൽ കൊടുത്തത് ബംഗ്ലാദേശിലേക്കാണ്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് പിന്തുണ കൊടുത്തു. ഞാനായിരുന്നു പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിദേശകാര്യത്തിൻ്റെ. ഞാൻ അവരെ സഹായിച്ചു ഈ കാര്യത്തിൽ. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടായിരുന്നു ഇത് ദേശീയ താല്പര്യത്തിലാണ്. ബംഗ്ലാദേശിൻ്റെ അപ്പം ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വിവാദമില്ലാതെ മര്യാദയോടെ ജീവിക്കാൻ സാധിക്കും രണ്ട് ഭാഗത്തും ആൾക്കാർക്ക്. അങ്ങനെയാണ് ഞാനിത് ചെയ്ത് കൊടുത്തത്. അത് ചെയ്ത കാരണം ഒരു വിവാദമില്ലാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് പൂർണ്ണമായ റെക്കമെൻഡേഷൻ പോയി പാർലമെൻറ്റിൽ സുഷമ സ്വരാജ് പ്രസംഗിക്കും കൂടി പറഞ്ഞു. കോൺഗ്രസിന് സഹകരണം ഉണ്ടായിരുന്നു, ശശി തരൂരിൻ്റെ പേരും കൂടി പറഞ്ഞു ആ ഒരു പ്രസംഗത്തിൽ. അങ്ങനെയാണ് ഒരു ദേശീയ വിഷയത്തിൽ പെരുമാറേണ്ടത്. നമ്മളുടെ ചെറിയ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളല്ല മുന്നോട്ട് വെക്കേണ്ടത്. അതാണ് ഞാൻ മോദിക്കും ജയശങ്കറിനും ഉപദേശം കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മളുടെ രാജ്യത്തിൽ ശ്രീലങ്കയുടെ പ്രാധാന്യം. ഒരു ചെറിയ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് നമ്മളുടെ ബന്ധം ശ്രീലങ്കയോടൊപ്പം നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾ നമ്മുടെ രാജ്യത്തിനാണ് ചതിക്കുന്നത്. ഇന്ത്യ ഫസ്റ്റ് ആണ് നിങ്ങൾ പറയേണ്ടത്, BJP ഫസ്റ്റ് അല്ല പറയേണ്ടത്. ഇപ്പം നമ്മളിപ്പം BJP കുറിച്ച് മാത്രമാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ, വലിയ ഏറ്റവും പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കി ഞങ്ങൾ പ്രചാരണത്തിൻ്റെ ഫസ്റ്റ് ഫേസ് ആദ്യം കവർ ചെയ്തു. അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരൊക്കെ ആയിരിക്കും കാൻഡിഡേറ്റ്സ് എന്നുള്ള വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം ചിത്രം ഉണ്ടായിരുന്നുള്ളൂ. LDFന് ശരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ശരിക്കും 4 ആഴ്ച കഴിഞ്ഞ് വേറെ എവിടെയും ഉണ്ടായിട്ടില്ല, ഇവിടെ മാത്രമാണ്. അതുകൊണ്ട് ഞാനും ആദ്യം ഈ പ്രചരണം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ത്രികോണ മത്സരമാണ്, 3 സ്ഥാനാർത്ഥികളും നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറപ്പമായി ഇത് കൂടുതൽ 2019 പോലെയായി മാറി വരുന്നു. അതിൻ്റെ അർത്ഥം തുടക്കത്തിൽ എല്ലാവരും ഒരുപോലെ കാണുന്നു, പിന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു, BJPക്കാരാണ് സെക്കൻഡ് സ്ഥാനത്ത് എത്തുന്നത്, ലെഫ്റ്റ് താഴെ വീഴുന്നു. അത് നമ്മൾ 2019 സ്പഷ്ടമായി കാണാൻ സാധിച്ചു. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് ഇത്ര നീട്ടിയിട്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ഇതൊരു 6-7 ആഴ്ച പ്രചരണത്തിൻ്റെ കാരണം ഒരു പക്ഷേ വേറെ മാറ്റങ്ങൾ വരാൻ സാധിക്കും. പക്ഷേ ഞാൻ കാണുന്നത് വീണ്ടും 2019 പോലെ ആയിരിക്കും ഈ ഇലക്ഷൻ എന്നാണ് തോന്നുന്നത്. എൻ്റെ അർത്ഥം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ലെഫ്റ്റ് സ്ഥാനാർത്ഥി നല്ല മനുഷ്യൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആരും അദ്ദേഹത്തിനെ ഞാൻ തിരുവനന്തപുരത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആരും പ്രത്യേകിച്ച് കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു വിജയസാധ്യത. അപ്പോൾ ജനങ്ങൾക്കറിയാം ഇത് നേരിട്ട് എൻ്റെയും BJPയുടെയും ഇടയിലുള്ളൊരു മത്സരം തന്നെയാണ്. നമുക്ക് സ്റ്റേറ്റ് വൈഡാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തേൽ രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേച്ചർ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ആയിരുന്ന ഒരു സമയമാണ്. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരത്തിൽ അതിലൊരു വ്യക്തതയില്ല, ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നാണ് LDF പറയുന്നത്. അതിനകത്ത് ആ ഒരു പഴയ സ്പിരിറ്റിലല്ല അത് ചെയ്യുന്നത് എന്ന് LDF പറയുന്നത് എന്തുകൊണ്ട്? അതെങ്ങനെ LDF പറയാൻ അവകാശം? ഒന്നാം കാര്യം അദ്ദേഹം സിറ്റിംഗ് MP ആണ്. രണ്ടാം കാര്യം അദ്ദേഹത്തിന് എതിരെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ലെഫ്റ്റ് തന്നെയാണ്. അവർ ഇത്ര വലിയ ഇന്ത്യ മുന്നണിക്കാരാണെങ്കിൽ കോൺഗ്രസിനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, കോൺഗ്രസിന് വിട്ടുകൊടുക്കണം. ഞാനിവിടെ സിറ്റിംഗ് MP ആയിട്ട് എൻ്റെ എതിരെന്താ മത്സരിക്കണം? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോalition ധർമ്മം
രാഹുൽ ഗാന്ധിക്ക് മാത്രം പാലിക്കണം, പക്ഷേ വേറെ എല്ലാ ഭാഗത്തിലും അവരിഷ്ടപ്രകാരം കോൺഗ്രസിനെ എതിരിക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ലെഫ്റ്റിൻ്റെ പ്രചരണം നോക്കൂ. ഇവിടെ ബി ജെ പി എതിരൊരു വാക്ക് പറയുന്നില്ല, എല്ലാ പ്രചരണവും എൻ്റെ എതിരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലെഫ്റ്റിൻ്റെ ഒരു അജണ്ട എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റുകാരുടെ മനസ്സിൽ കോൺഗ്രസ്സാണ് അവരുടെ പ്രധാനപ്പെട്ട എതിരാളി. പക്ഷേ തിരുവനന്തപുരത്തിൽ അവരുടെ മത്സരം ശരിക്ക് സെക്കൻഡ് സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ എതിര്. പക്ഷേ ബി ജെ പിയെ അവർ വിമർശിക്കണേ ഇല്ല, എന്നെയാണ് വിമർശിക്കുക. ബി ജെ പിക്ക് അപ്പോഴും ഇത്തവണയും സ്റ്റാർ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല മണ്ഡലങ്ങളും, ഇപ്പോൾ തിരുവനന്തപുരം പോലും അവരാ പറയുന്നതിനകത്തൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ബി ജെ പിക്ക് അങ്ങനെ ഒരു സാധ്യത എവിടെയെങ്കിലും കാണും? എനിക്ക് അപ്പോഴും തോന്നിയിട്ട് എപ്പോഴും തോന്നുന്നില്ല. നരേന്ദ്രമോദി പറഞ്ഞു ഡബിൾ ഡിജിറ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഡബിൾ ഡിജിറ്റ് ഉണ്ടാവാൻ ഒരൊറ്റ സാധ്യതയുള്ളൂ, രണ്ട് ഡിജിറ്റും 0 അതാണ് യാഥാർത്ഥ്യം. അവർക്ക് ജയിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അവർ എല്ലാം വെച്ച് സ്ട്രോങ്ങസ്റ്റ് കൺസ്റ്റിറ്റ്യുവൻസി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ എല്ലാ ദിവസവും പ്രചരണം ചെയ്യുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടിക്കൂടി വരുന്നു. എനിക്ക് വലിയ സംശയമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ ഒരു വളരെ മണ്ഡലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ. അത് ഇങ്ങനെയുള്ള മിഗത്ത കാൻഡിഡേറ്റ്സിലൊക്കെ ഓപ്പോണൻറ്റ് കാൻഡിഡേറ്റ്സ് പറയുന്നൊരു കാര്യം, ടെക്നോ നഗരം എന്ന് പറയുന്നതിൽ എവിടെ എത്തി തിരുവനന്തപുരം? ഇന്ത്യയിൽ ഒരു 5 സ്റ്റേറ്റ് എടുത്താൽ അല്ലെങ്കിൽ 5 സ്ഥലം എടുത്താൽ അത് എവിടെയും തിരുവനന്തപുരം ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ ചോദിച്ചതാണ്. 2009 വന്നപ്പോൾ ഇന്ത്യയുടെ എല്ലാ വെച്ച് പഴക്കമുള്ള ടെക്നോ പാർക്ക്, ആദ്യം സ്ഥാപിച്ച ടെക്നോ പാർക്ക് ദയനീയ സ്ഥിതിയിലായിരുന്നു. ആകെ 17,500 എംപ്ലോയീസേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഫേസേ ഉണ്ടായിരുന്നുള്ളൂ. കഴിക്കടം സ്റ്റേഷനിൽ രാവിലെയും ഉച്ചയ്ക്കും ഓരോ ട്രെയിൻ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ചില അന്താരാഷ്ട്രീയ കമ്പനികൾ, പ്രസിദ്ധപ്പെട്ട കമ്പനികൾ ഇവിടെ വരാൻ വേണ്ടി ഇറങ്ങിയത്. ഓറക്കിൾ കമ്പനിയോടൊപ്പം ഞാനാണ് വീഡിയോ കോൺഫറൻസ് ചെയ്ത് ആദ്യം സമ്പർക്കം ചെയ്തിട്ട് അവരെ ആവശ്യപ്പെട്ടത് ഇവിടെ വരാനും നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥാപനം തുറക്കാനും. അത് വലിയൊരു പ്രസിദ്ധപ്പെട്ട കമ്പനിയാണ്. അവരൊപ്പം പലവരും വന്നു. പിന്നെ നിസാൻ കമ്പനി, അതിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, സംസ്ഥാന സർക്കാരിനും ആവശ്യമുണ്ടായിരുന്നു. ഒരു എം പിയുടെ വാക്ക് മാത്രം അവർക്ക് പോരാ. പക്ഷേ അവരുടെ ആൾക്കാർ തന്നെ എന്നോട് രഹസ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ചില ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. അവരുടെ ഭാഷയിലൊന്ന് സംസാരിച്ച് തിരുവനന്തപുരത്ത് ഗുണം പറഞ്ഞു കൊടുക്കുക പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കോൺഫറൻസ് വഴിക്ക് അവർ ഇറങ്ങി സംസാരിച്ചിട്ടാണ് അതും കൂടി ക്ലീൻ ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെ ഓരോരോ കമ്പനികൾ ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ ടെക്നോ പാർക്കിൽ ഇപ്പോൾ 70,000 വ്യക്തികളാണ്. ഞാൻ പല കമ്പനികളിൽ ഉദ്ഘാടനം കൂടി ചെയ്തിട്ടുണ്ട് അവരുടെ ഓഫീസ് സ്ഥാപിക്കുമ്പോൾ. അപ്പോൾ ടെക്കിൽ നല്ലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണമാണ് കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് സാധ്യതകൾ, കുറച്ചും കൂടി റെസ്റ്റോറൻറ്റ്സ്, കോസ്മോപോളിറ്റൻ ഫുഡ്, വലിയ ഷോപ്പിംഗ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ലുലു മോള് സ്ഥാപിക്കുമ്പോൾ യൂസുഫ് അലി പ്രസംഗം നോക്കിക്കോളൂ, അദ്ദേഹം പറഞ്ഞു ശശി തരൂർ ആവശ്യപ്പെട്ടൊരു കാര്യമാണത്. ഞാൻ എല്ലാവരുടെയും നമ്മുടെ നഗരത്തിനെ അത് മാത്രമല്ല, കൈക്കോട് സ്റ്റേഷനിൽ ഇപ്പോൾ 8 ട്രെയിനാണ് നിർത്തുന്നത്, ഒക്കെ ഞാൻ പോയി ആവശ്യപ്പെട്ടതാണ്. ഞാൻ ആദ്യം പോയപ്പോൾ റെയിൽവേക്കാരെന്താ പറയാൻ തുടങ്ങിയത്, ഈ സ്റ്റേഷനിൽ ആരും ടിക്കറ്റ് മേടിക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ എങ്ങനെ ടിക്കറ്റ് മേടിക്കും? നിങ്ങൾ ട്രൈ ചെയ്യൂ, ടിക്കറ്റ് കൗണ്ടർ സ്ഥാപിച്ചിട്ട് പിന്നെ നോക്കൂ എത്ര ആൾക്കാർ വരും ഇറങ്ങും. നിങ്ങൾ 2 ട്രെയിനിൽ നിർത്തുക. ഒരു കുറേ ശ്രമിച്ചിട്ടാണ് ഒരു എക്സ്പെരിമെൻറ്റിന് അവർ 2 ട്രെയിനിൽ നിർത്തിയത്. പിന്നെ അവർ അതിശയപ്പെട്ടു, ഇത്ര ആൾക്കാർ ടിക്കറ്റ് മേടിക്കണം, ഇത്ര ആൾക്കാർ വരണ്ടായിരുന്നു. അങ്ങനെ തന്നെ തുടർന്നത്. പിന്നെ പുതിയ സ്റ്റോപ്പേജസ് വരാൻ തുടങ്ങി. ഇന്നാളും കൂടി ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനത്തിൻ്റെ 2-3 ദിവസം മുമ്പ് നമ്മളൊരു പുതിയ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു, അമൃത എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പ് ഇവിടെ കഴക്കൂട്ടത്ത്. അപ്പോൾ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ടെന്ന് ഒരു സംശയമില്ല. ഇനിയും വരാൻ ആഗ്രഹമുണ്ട്. ചില കമ്പനികൾ എന്നോട് പറയും, ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കണക്ടിവിറ്റി പോരാ, അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ നന്നാക്കാനുള്ള ശ്രമത്തിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിന് മാറി നിൽക്കേണ്ടി വന്നു. കാരണം 2 പാർട്ടികളും കൂടി പറഞ്ഞു ഇത് സർക്കാർ നയിച്ചാൽ മതി, ഇത് PPP മോഡൽ കൊടുക്കരുതെന്ന്. ഞാനാണ് നിർബന്ധിച്ചിട്ട് പറഞ്ഞ് തിരുവനന്തപുരം എയർലൈൻ പാസഞ്ചേഴ്സിൻ്റെ ഒരു ആവശ്യമാണത്. നല്ല മോഡേൺ എയർപോർട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തട്ടെ, എന്നിട്ട് അവർ കൂടുതൽ ഫ്ലൈറ്റ്സ് കൊണ്ടുവരട്ടെ, കൂടുതൽ ഫെസിലിറ്റീസ് കൊണ്ടുവരട്ടെ പറഞ്ഞിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് അതിനുവേണ്ടി നിന്നത്. ഇനി നമ്മളുടെ ഫ്ലൈറ്റ്സ് കൂടിയാൽ നമുക്കൊരു സംശയവുമില്ല, കൂടുതൽ കമ്പനീസും വരും. ഉദാഹരണം, ഞാൻ ഇൻഡിഗോൻ്റെ എക്സിക്യൂട്ടീവ് വന്നിട്ട് അവരോട് സംസാരിച്ച് പറഞ്ഞു പൂനെക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റില്ല. ടെക് മഹീന്ദ്രൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അവരുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സീനിയർ ഒഫീഷ്യൽസ് ഇവിടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലൈറ്റ്സിലെ പൂനെയാണ്. ഇപ്പോൾ ഇൻഡിഗോ ഒരു ഫ്ലൈറ്റ് കൊണ്ടുവന്ന ശേഷം മോശ സമയത്താണ്, രാവിലെ 5 മണി മറ്റാണ് ഫ്ലൈറ്റ്. എന്നാലും ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഇനിയും നമ്മുടെ വളർച്ച കൂടുമ്പോൾ ഇനിയും ഫ്ലൈറ്റ്സ് വരും. UAE കോൺസുലേറ്റ് ആരോ കൊണ്ടുവന്നത്, ഞാൻ എൻ്റെ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററെ സംസാരിച്ചിട്ട്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഹസൈന ഷെയ്ഖ് അബ്ദുള്ള, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് ഇവിടെ ഒരു UAE കോൺസുലേറ്റ് സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് മുമ്പ്, ഞാനിത് ചെയ്യുന്ന മുമ്പ് എല്ലാ മലയാളിക്കും വേറെ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഡൽഹിയിൽ പോയിട്ടാണ് വിസ അപ്ലൈ ചെയ്യേണ്ടി വന്നത്. കേരളത്തിലൊരു സ്ഥാപനം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കൂടി മണക്കാടിൽ നിങ്ങൾക്ക് കാണാം ലൈനായിട്ട് നിൽക്കുന്ന മലയാളികൾ. അവർക്ക് സൗകര്യം കിട്ടിയില്ല. ഗ്രാമദേശത്ത് ഞാൻ മറന്നില്ല, നെയ്യാറ്റിൻകരയിൽ ഒരു പാസ്പോർട്ട് സേവ കേന്ദ്രം സ്ഥാപിച്ചു ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോരോ കാര്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇവരൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിക്കാനോ അത് ദേഷ്യം വരാണമെന്ന് അറിയില്ല. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ മുമ്പിലത്തെ ഏത് MP ചൂണ്ടിക്കാണിച്ചാലും ചെയ്തൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാറ്റിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇന്നാളൊരു 66 പേജിൻ്റെ റിപ്പോർട്ട് നമ്മളുടെ ഈ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്ന മുമ്പ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് മാധ്യമക്കാർക്ക് കാണിച്ചു കൊടുത്തു. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യത്തെ കോപ്പി കൊടുത്തു. ഈ റിപ്പോർട്ടിൽ എൻ്റെ എല്ലാ നിങ്ങൾ കാണണം. അത് ഒരു പക്ഷേ നിങ്ങൾ ക്യാമറയിൽ കാണിച്ചു കൊടുത്തോളൂ. കാരണം അത് ജനങ്ങൾക്ക് അറിയണതുണ്ടെന്ന്. പിന്നെ ദൂരത്ത് കാണുന്നവർക്ക് www.shashitharoor.in ഇതിൽ ഇംഗ്ലീഷും മലയാളവും രണ്ടും കാണാൻ സാധിക്കും. സ്റ്റേറ്റിൽ ഇതും കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം CPM-ന് അഗെയിൻസ്റ്റ് ആയിട്ട് ED നിൽക്കുന്ന ഒരു ടൈമാണ് കേരളത്തിൽ. EDക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ നിലപാട്. അപ്പോൾ കേരളത്തിൽ ED വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നത് അത് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസിന് അവിടെയും ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടോ? ഏത് സ്റ്റാൻഡ് എടുക്കും? അല്ല, നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ MLA-മാരും ചില സംശയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. പത്രം വായിച്ചാൽ തന്നെ ഈ സംശയങ്ങളുടെ അടിസ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അപ്പോഴേ ആവശ്യപ്പെട്ടതാണ് ഒരു സീരിയസ് എൻക്വയറി ഉണ്ടാവട്ടെ. അതിൻ്റെ അർത്ഥമല്ല മുഖ്യമന്ത്രിയുടെ എതിരുടഞ്ഞ വല്ല നിലപാടെടുക്കണമെന്നോ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്ന മുമ്പ് സർക്കാരിന് ഇവർ ജീവിതത്തെ നശിപ്പിക്കണമെന്നൊന്നുമല്ല. ഇലക്ഷൻ നടക്കേണ്ട ജനാധിപത്യം നിശ്ചയാണ്. ഒരേ സമയത്ത് വല്ല തെറ്റോ കള്ളത്തരോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ സാധിക്കും? നമ്മളെപ്പോഴും ഞങ്ങൾ ഈ കേജ്രിവാളിൻ്റെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത്ര വർഷങ്ങൾ അന്വേഷിക്കുന്നു, ജൂൺ 4 വരെ കാത്തിരുന്നൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? എന്തിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണത്? അത് CPM-നും പറഞ്ഞുകൂടെ ഇവിടെ? അതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് ഈ സമയത്ത്. അതിന് ഞാനും പറയണം, നിങ്ങൾ അന്വേഷിച്ചോളൂ, അതിലൊരു തെറ്റ് കാണുന്നില്ല. പക്ഷേ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കണം. ശശി തരൂർ ഇപ്പോഴും തിരുവനന്തപുരത്ത് VIP ആണ്. ഇതിപ്പോൾ അതിനെല്ലാത്തിലുള്ള ഉത്തരമാണ് ഇപ്പോൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്ന് പോലും പറയുന്ന ആൾക്കാർ കൂടി ഒരു റിപ്ലൈ, ഒരു ചെറിയ റിപ്ലൈ, ശശി തരൂർ ഇപ്പോഴും തിരുവനന്തപുരത്ത് VIP ആണ് എന്ന് പറയുന്നത്. അയ്യോ, എനിക്ക് VIP-യോ വിശ്വപൗരനോ ഒന്നും ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ സാധാരണ ഭാരതീയ പൗരനാണ്. ഞാൻ എൻ്റെ ജനനത്തിൻ്റെ കാരണം മാത്രം എനിക്ക് അവകാശമുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടാൻ. ഞാൻ എപ്പോഴും അത് വേണ്ട പറഞ്ഞിട്ട്. ഒരിക്കൽ ഞാൻ വിസ വാങ്ങാൻ പോയപ്പോൾ ഒരു ബ്രിട്ടീഷ് ഡിപ്ലോമാറ്റ് എന്നോട് പറഞ്ഞു, വിസയ്ക്ക് 65 പൗണ്ടാണ്, പാസ്പോർട്ടിന് 15 പൗണ്ടേ ഉള്ളൂ, നിങ്ങൾ പാസ്പോർട്ട് എടുക്കല്ലേ ലാഭം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലാഭമൊക്കെ പോട്ടെ, ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഒരു ഇന്ത്യനാണ് കാണുന്നത്, എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന് മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ 34 വർഷം വിദേശത്ത് താമസിച്ചിട്ടും കൂടി ഒരിക്കലും വേറൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനൊരു ഇന്ത്യൻ തന്നെയാണ്, ഇന്ത്യൻ പൗരൻ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പോലെ ഒരു ഭാരതീയ പൗരനായിട്ട് അഭിമാനത്തോടെ ഈ രാജ്യത്ത് നിന്ന് സേവനം ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നു വിദേശത്ത്. അപ്പം ഞാൻ എല്ലാവരും പോലെ തന്നെയാണ് ഒന്നാം കാര്യം ചൂണ്ടിക്കാണുന്നത്. രണ്ടാമത്തത്, എന്താ ഈ VIP-യുടെ അർത്ഥം? നമ്മൾക്ക് നിങ്ങൾ നൽകിയ ഒരു സ്ഥാനം, ജനങ്ങളുടെ വിശ്വാസം നൽകിയ ഒരു സ്ഥാനമുണ്ട്. ആ ജനങ്ങൾക്ക് അതിന് പിൻവലിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ അതോടെ VIP സ്ഥാനം കഴിഞ്ഞില്ലേ? അതൊന്നും അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ കഴിവും നമ്മളുടെ സേവനവും നമ്മളുടെ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അത് മാത്രം നോക്കിയാൽ വഴിയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മിണ്ടാണ്ട് റിലാക്സ് ചെയ്തിട്ട് ലക്ഷറിയിൽ ജീവിച്ചിട്ട് ഒരു പ്രവർത്തനം ചെയ്യാതെ ഒരു വലിയ ആളെ നടക്കുകയാണെങ്കിൽ അതിന് VIP എന്ന് പറയാം. ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ എപ്പോഴും എല്ലാവരും ഇടയിലുണ്ട്. ഈ പ്രചരണത്തിൽ മാത്രമല്ല, നിങ്ങൾ എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പോയി പടങ്ങൾ നോക്കിയാൽ മതി. എല്ലാ മാസവും ഓരോരോ സ്ഥലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രവർത്തനത്തിൻ്റെയും എല്ലാ തെളിവ് ഫോട്ടോ ഉൾപ്പെടെ കാണാൻ സാധിക്കും 15 വർഷക്കാലം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതിയല്ലോ. കഴിക്കാൻ ഏതാണ് പൊതുവെ ഇഷ്ടമുള്ള ഡെസേർട്ട്? ഏതാ? എനിക്ക് ശരിക്കും ഇഡ്ലിയെ പോലെ മാങ്ങ പ്രാന്തനാണ്. ഇതിൽ മാങ്ങ ഇല്ലയെന്ന് കണ്ടു,
പക്ഷേ 1-2 കഷ്ണങ്ങൾ വേറെ ഒന്നും കഴിച്ചോളാം. ഞാൻ സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് അത്ര സ്വീറ്റ് അല്ലാത്തൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അതിലൊരു പരിഭവം ഉണ്ടാവരുത്. ജയിച്ചാലും തോറ്റാലും ശശി തരൂർ ഒരു മുന്നണി മാറ്റത്തിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള ഭയങ്കര റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ സമയം. എത്ര വർഷമായി കേൾക്കുന്നു? എൻ്റെ കണക്കിൽ 10 വർഷങ്ങളിലായി. 2014 മുതൽക്ക് ആൾക്കാരിത് പറയുന്നു. ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ, ഇതുവരെ വല്ല കാരണമുണ്ടായിട്ടുണ്ടെന്ന് പറയാനോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നത് സ്ഥാനത്തിനോ പൈസയ്ക്കോ അങ്ങനെ ഒരു കാര്യങ്ങളോ അല്ല. എനിക്ക് ദൈവസഹായിച്ച എൻ്റെ സ്വന്തം പ്രവർത്തനം കഴിവുണ്ട്. ഞാൻ ആരുടെയും എടുത്തത് എൻ്റെ അച്ഛനമ്മയും തന്ന പണമൊന്നുമല്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും രാഷ്ട്രീയം ഒരു പണമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സായിട്ടല്ല കണ്ടത്. ഞാൻ ഇതുവരെ ഒരു മനുഷ്യൻ്റെ ഒരു പൈസ എടുത്തിട്ടില്ല. പ്രചരണം മത്സരിക്കാൻ ഓഫ് കോഴ്സ് മാത്രം, വേറെ ഒഴിച്ചിട്ട് വേറെ ഒന്നിനുമില്ല. രണ്ടാമത്തത്, ഞാൻ കാണുന്നത് രാഷ്ട്രീയം എന്തിനാണ്? നമ്മൾക്കൊരു സങ്കല്പം ഉണ്ടാവണം, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനെ മെച്ചപ്പെടുത്താൻ സാധിക്കുക. അതാണ് രാഷ്ട്രീയം ഒരു മാർഗം. ജനാധിപത്യത്തിനകത്ത് നമ്മൾ രാഷ്ട്രീയം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ നന്നാക്കാൻ വേണ്ടി ഞങ്ങളുടെ രീതിയാണ് മറ്റേയാളുടെ രീതിയും കാട്ടും ബെറ്റർ എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ വിശ്വാസങ്ങളിൽ എനിക്ക് ചില അടിസ്ഥാനമായ വിശ്വാസങ്ങളും പ്രിൻസിപ്പിൾസും ഉണ്ട്. ഞാൻ 25 പുസ്തകം എഴുതിയ ഒരാളാണ്. ഞാൻ ചിന്തിക്കാത്ത ഒരാളല്ല. എൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരു ലിബറലാണ്. ഞാൻ പല വിഷയത്തിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ഇഷ്ടം. സർക്കാർ അടുക്കളയിലും കയറരുത്, പിന്നെ ബെഡ്റൂമിലും കയറരുത്, ജനങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടരുത്. അതിന് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല. നേരെ മറിച്ച് സർക്കാർ ചില ബേസിക് കാര്യങ്ങൾ ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി. സഹായമില്ലാത്തവർക്ക് സഹായം നൽകണം. മറ്റേവരെ വളരാനും ഈ രാജ്യത്തെ വളരാനും സഹായിക്കണം. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് എൻ്റെ. ഈ വിശ്വാസങ്ങളെ എനിക്ക് കാണുന്നത് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു വലിയൊരു വിശ്വാസം എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തനം, ഭാരതത്തിൻ്റെ ബഹുസ്വരതയെ ഇഷ്ടപ്പെടുന്ന വിലവെക്കുന്ന ഒരു രാഷ്ട്രീയം, നമ്മൾ എല്ലാ മതത്തിനെയും എല്ലാ ജാതിയും എല്ലാ രീതിയിലത്തെ വ്യക്തികളും എല്ലാ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരെ ഒരേപോലെ കാണുന്നൊരു വിശ്വാസം, അതാണ് എൻ്റെയും വിശ്വാസം പറഞ്ഞത്. അപ്പോൾ അത് കൂടി ചേർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സേ ഉള്ളൂ. കാരണം എൻ്റെ ആദ്യത്തെ നമ്മുടെ വളർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വികസന വിഷയത്തിൽ BJP ഒരുപക്ഷെ പറയാൻ ഞങ്ങളൊരു ഭാഗമാണെന്ന്. പക്ഷേ ഇതിൽ അവർ ഭാഗമല്ല. അവർ വർഗീയതയിൽ മുങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ പ്രത്യേകിച്ച് ന്യൂനപക്ഷികളെ ആക്ഷേപിച്ചത് മാത്രമല്ല ആക്രമണം കൂടി ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ. അതുകൊണ്ട് അവരൊപ്പം എനിക്ക് ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ല. ഇടതുപക്ഷികളും ചില വിഷയത്തിൽ മതേതരത്വത്തിൽ അവരൊപ്പം യോജിപ്പുണ്ട്. പക്ഷെ അവർ വേറെ പല കാര്യത്തിലും, പ്രത്യേകിച്ച് അവർ ആക്രമണ രാഷ്ട്രീയം, അത് ക്യാമ്പസിലായ ശരി കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിലായ ശരി, അവർ ആക്രമണ രാഷ്ട്രീയത്തിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരിക്കലും അവരിപ്പോൾ ഉൾക്കൊള്ളില്ല. അപ്പോൾ ഏത് മുന്നണിക്കാണ് ഞാൻ പോകേണ്ടത്? ഞാൻ ഒരിക്കലും BJPയുടെ ഒപ്പം പോകാൻ സാധിക്കില്ല, ഇടതുപക്ഷത്തിൻ്റെ പക്ഷത്തിനൊപ്പം പോകാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് സംശയമില്ല. ആൾക്കാരതൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കും. അവർ എൻ്റെ ചിന്തയും എൻ്റെ വിശ്വാസങ്ങളും മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നത് വേറെ കാര്യമായിരിക്കും. വളരെയധികം നന്ദി സാർ. പൊഴിയൂരിലെ പ്രചാരണ പരിപാടിക്ക് ശേഷമാണ് ശ്രീ ശശി തരൂർ നമുക്കൊപ്പം ചേർന്നത്. അന്ന് രാത്രി 10 മണിയോടുകൂടി. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാൻ സമയം തന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു ഇടയിൽ പോലും നമുക്കൊപ്പം ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചത് രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായിട്ടും. ഒരിക്കൽ കൂടി താങ്ക് യു അപർണ. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി കാര്യം ഞാൻ സാധാരണ കഴിക്കുന്നതിനാൽ കൂടുതൽ കഴിച്ചു, കൂടുതൽ വൈകിട്ട് കഴിച്ചു, പക്ഷേ കഴിച്ചു. അതായത് താങ്ക് യു. ശരി.